ഹായ്, ഏവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു സീരീസ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള PSC ബുള്ളറ്റിന്റെ ഫാക്റ്റ് ആണ്. അതിലൊരു പേജാണ് കലയും സാഹിത്യവും. അപ്പൊ നമ്മൾ ഡെയിലി എന്ത് ചെയ്യും, PSC ബുള്ളറ്റിനിൽ നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ട ഫാക്ട്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് ഒരു സീരീസ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കറക്റ്റ് ആയിട്ട് നോട്ട് ഫോളോ ചെയ്ത് എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക. അപ്പൊ നമുക്ക് കലയും സാഹിത്യവും എന്നുള്ള ഭാഗത്ത് എന്തൊക്കെ ഫാക്ട്സ് ആണ് നോക്കാനുള്ളത് നോക്കാം. ഇവരെയാണ്, ഈ വനിതയെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ആരാണ്, കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ശർമിഷ്ഠ മുഖർജിയാണ് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ മകളാണ് കേട്ടോ, ശർമിഷ്ഠ മുഖർജി. ഓക്കെ, എന്താണ് ഫാക്ട് എന്ന് ചോദിച്ചാൽ പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത്. അപ്പൊ പ്രണബ് കുമാർ മുഖർജി അല്ലേ അച്ഛൻ, അപ്പൊ പ്രണബ് മൈ ഫാദർ എന്നുള്ള പുസ്തകം രചിച്ചത് ശർമിഷ്ഠ മുഖർജിയാണ് കേട്ടോ. ആലോചിച്ച് വെക്കുക, പ്രണബ് മൈ ഫാദർ അദ്ദേഹം ആണല്ലോ ഫാദർ. അപ്പൊ പ്രണബ് മൈ ഫാദർ എന്നുള്ളത് രചിക്കണമെങ്കിൽ ആരായിരിക്കും, അദ്ദേഹത്തിന്റെ മകൾ തന്നെയല്ലേ വേണ്ടത് രചിക്കാൻ. മകളോ മകനോ? മകളാണ് അദ്ദേഹത്തിന്. അപ്പൊ ശർമിഷ്ഠ മുഖർജിയാണ്. ശർമിഷ്ഠ മുഖർജി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊളിറ്റീഷ്യൻ ആണ്. അതുപോലെ തന്നെ കഥക് ഡാൻസർ ആണ്, അതുപോലെ തന്നെ കൊറിയോഗ്രാഫറും ആണ്. ഓക്കെ, അപ്പൊ ശർമിഷ്ഠ മുഖർജിയാണ് പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത്. പ്രണബ് കുമാർ മുഖർജിയുടെ, നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന പ്രണബ് കുമാർ മുഖർജിയുടെ മകളാണ് ആര്, ശർമിഷ്ഠ മുഖർജി. അവര് രചിച്ച പുസ്തകമാണ് പ്രണബ് മൈ ഫാദർ. അവരൊരു പൊളിറ്റീഷ്യൻ ആണ്, അതുപോലെ തന്നെ കഥക് ഡാൻസർ ആണ്, കൊറിയോഗ്രാഫർ ആണ് എന്നുള്ള കാര്യവും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പൊ പ്രണബ് മൈ ഫാദർ, ശർമിഷ്ഠ മുഖർജി എന്ന് ഓർത്ത് വെക്കുക. അടുത്താണ് കുറച്ച് ഫാക്ട്സുകൾ കൊടുത്തിട്ടുണ്ട്. ആരാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ആരാണ് ഈ ഐറിഷ് നോവലിസ്റ്റ്? കുറച്ച് അദ്ദേഹത്തെ കുറിച്ച് റിലേറ്റ് ചെയ്യുന്ന ഫാക്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവസാനം പറയും എന്താണ്, ആരാണ് ഈ ഐറിഷ് നോവലിസ്റ്റ് എന്ന്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങൾ ഇതൊക്കെയാണ്. 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബീ സ്റ്റിംഗ് എന്ന നോവൽ ഇദ്ദേഹത്തിന്റെയാണ്. ദ ബീ സ്റ്റിംഗ് എന്നുള്ള നോവൽ ഇദ്ദേഹത്തിന്റെയാണ്. 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ നോവൽ 2023 വർഷത്തിലെ നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരമായ ഐറിഷ് ബുക്ക് അവാർഡ് നേടി. ഏത് നോവൽ? ദ ബീ സ്റ്റിംഗ് എന്നുള്ള നോവൽ. രണ്ടാമത്തെ നോവലായ സ്കിപ്പി ഡൈസ് 2010 ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മെറ്റൽ ഹേർട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയതും ഇദ്ദേഹമാണ്. ആരാണ് ഈ വ്യക്തിത്വം എന്ന് ചോദിച്ചാൽ പോൾ മുറയാണ്. ഓക്കെ, പോൾ മുറയാണ്, ഐറിഷ് നോവലിസ്റ്റ് ആണ്. ആദ്യം പോൾ മുറയെ കുറിച്ച് പഠിക്കുന്നത് എന്താണ്, അദ്ദേഹം ഐറിഷ് നോവലിസ്റ്റ് ആണ്. 2023 ബുക്കർ പുരസ്കാരത്തിന് അദ്ദേഹം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ നോവൽ ഏത്? ദ ബീ സ്റ്റിംഗ്. അതിൽ തന്നെ 2023 വർഷത്തിലെ നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഇനി രണ്ടാമത്തെ നോവലായ സ്കിപ്പി ഡൈസ് 2010 എന്ത് നേടിയിട്ടുണ്ടായിരുന്നു, ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ മെറ്റൽ ഹേർട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയതും ആരാണ്, പോൾ മുറയാണ് എന്ന് പഠിച്ചു വയ്ക്കുക. ഐറിഷ് നോവലിസ്റ്റ് ആണ്. 2023 ലിസ്റ്റ് ചെയ്യപ്പെട്ടു. ഏത് നോവൽ? ദ ബീ സ്റ്റിംഗ് എന്ന നോവൽ. അതിന് 2023 ബുക്ക് ഓഫ് ദി ഇയർ, അതായത് നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. രണ്ടാമത്തെ നോവൽ സ്കിപ്പി ഡൈസ് 2010 ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ മെറ്റൽ ഹോട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് അദ്ദേഹം തിരക്കഥ എഴുതി. ആരെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങളാണ്? പോൾ മുറയിനെ പറ്റിയിട്ടുള്ള വിശേഷണങ്ങളാണ്. അടുത്താണ് ശാരദാമണി, കെ ശാരദാമണി. അവരെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ ദളിത് ജെൻഡർ പഠനങ്ങളിൽ തുടക്കക്കാരിയായിരുന്നു. ആര്? കെ ശാരദാമണി. ഒരു പ്രമുഖ സാമൂഹ്യ ശാസ്ത്രജ്ഞയാണ്, സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയും എന്ന നിലയിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഖ്യാതി നേടിയ വനിതയാണ്. 1960കളിലെ സാമൂഹ്യ അവസ്ഥയെ ഒരു വനിത എന്ന രീതിയിൽ ധീരതയോടെ നേരിട്ട ശാരദാമണിയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഓർമ്മക്കുറിപ്പാണ് ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്. അപ്പൊ ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് ആരുടെ ജീവിതം വെളിപ്പെടുത്തുന്ന
കുറിപ്പാണ് എന്ന് ചോദിച്ചു വെച്ചാൽ, ഓർമ്മ കുറിപ്പാണ് എന്ന് ചോദിച്ചു വെച്ചാൽ നമ്മൾ പറയണം കെ ശാരദാമണി. കെ ശാരദാമണിയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഓർമ്മ കുറിപ്പാണ് ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്. ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്. ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് കെ ശാരദാമണി. അവരാരായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ ദളിത് ജെൻഡർ പഠനങ്ങളിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞയാണ്, സാമൂഹിക പ്രവർത്തകയാണ്, അതിലുപരി ഒരു എഴുത്തുകാരിയും കൂടെയാണ്. അവര് 1960കളിലെ സാമൂഹ്യ അവസ്ഥയെ ഒരു വനിതയെന്ന രീതിയിൽ ധീരതയോടെ നേരിട്ട ശാരദാമണിയുടെ ജീവിതം വെളിപ്പെടുത്തുന്ന ഓർമ്മ കുറിപ്പാണ് ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്. ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് കണ്ടുവച്ചാൽ നമ്മൾ ആരെ എഴുതണം? കെ ശാരദാമണി എന്ന് നോട്ട് ചെയ്ത് വെക്കും. അടുത്ത ഫാക്റ്റ് ആണ്, ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അനുസരിച്ചാണ് ഭാരതരത്നം പത്മശ്രീ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ അനുസരിച്ചാണ് ഭാരതരത്നം പത്മശ്രീ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്? ഏതാണ്? 18ാം വകുപ്പ് കേട്ടോ. അപ്പൊ ഭാരതരത്നം പത്മശ്രീ പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയത് ഭരണഘടനയുടെ ഏത് വകുപ്പാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഓർത്തു വെക്കാം, 18ാം വകുപ്പാണ് എന്ന്. ലോകത്തെ ആദ്യത്തെ കളർ 3D ചലച്ചിത്രം ഭ്വാന ഡെവിൾ 1952 ഇറങ്ങിയ ഹോളിവുഡ് ചിത്രമാണിത്. ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ കളർ 3D ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഭ്വാന ഡെവിൾ ആണ്. 1952 ഇറങ്ങിയത് ഹോളിവുഡ് ചിത്രമാണ്. ഓക്കെ, അപ്പൊ ഹോളിവുഡ് ചിത്രമായ ഭ്വാന ഡെവിളിനാണ് ലോകത്തെ ആദ്യത്തെ കളർ 3D ചലച്ചിത്രം ഏതാണ് എന്ന് ചോദിച്ചു വെച്ചാൽ 52 ഇറങ്ങിയ ഹോളിവുഡ് ചിത്രമായ ഭ്വാന ഡെവിൾ ആണ് എന്ന് ഓർത്ത് വെക്കാം. ഡേവിഡ് വാലസ് അദ്ദേഹത്തിന്റെ പേരാണ് കേട്ടോ. ഡേവിഡ് വാലസ് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം, ഭാര്യയോടൊപ്പം ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ഒരു മാസിക തുടങ്ങി. ലോക മഹായുദ്ധത്തിന്റെ മുറിപ്പാടുകളിൽ നിന്ന് മോചനം നേടവേ ഇദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ സമാഹരിച്ച് ആണ് എന്ത് തുടങ്ങിയത്? ഒരു മാസിക തുടങ്ങിയത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഈ മാസിക ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. അപ്പൊ ആരൊക്കെയാണ് റീഡേഴ്സ് ഡൈജസ്റ്റിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ എന്ന് ചോദിച്ചു വെച്ചാൽ ഡേവിഡ് വാലസ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് ഫാമിലി മൊത്തമായിട്ട് 1922 ഒരു പ്രശസ്ത കുടുംബ മാസിക തുടങ്ങി. ലോക മഹായുദ്ധത്തിന്റെ മുറിപ്പാടുകളിൽ നിന്ന് ശേഖരിച്ച ആ ഇൻഫർമേഷൻസ് ആണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിന്റെ സമാഹാരം എന്ന് പറയുന്നത്. ഈ മാസിക എന്താണ്? ഇന്ന് ലോകത്ത് മുഴുവൻ പ്രചാരത്തിലുള്ള മാസികയാണ്. അത് ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഏതാണ്? റീഡേഴ്സ് ഡൈജസ്റ്റ് ആണ്. ഓക്കെ, ഡേവിഡ് വാലസ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് 1922 ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ശേഷിപ്പുകൾ ലോക മഹായുദ്ധത്തിന്റെ മുറിപ്പാടുകളിൽ നിന്ന് മോചനം നേടവെയാണ് അദ്ദേഹം ഇതിനു വേണ്ട ഇൻഫർമേഷൻസ് ഒക്കെ സമാഹരിച്ചുകൊണ്ട് ഒരു മാസിക തുടങ്ങിയത്. ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഈ മാസികയാണ് റീഡേഴ്സ് ഡൈജസ്റ്റ്. ഓക്കെ, റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്താണ് മധുബാനി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട്. മധുബാനി എന്ന സ്ഥലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു വെച്ചാൽ ബീഹാർ. ഇതാണ് കേട്ടോ പെയിന്റിംഗ്. അപ്പൊ മധുബാനി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് മധുബാനി എന്ന സ്ഥലം ഇന്ത്യൻ സംസ്ഥാനത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു വെച്ചാൽ അപ്പൊ മധുബാനി എന്ന് പറയുമ്പോൾ ഇവിടെ ആലോചിക്കണം നമ്മൾ ബീഹാർ എന്ന് കണക്ട് ചെയ്യണം. ഓക്കെ, മധുബാനി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട മധുബാനി എന്ന സ്ഥലം ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു വെച്ചാൽ ബീഹാറിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതുവരെ എന്ത് ചെയ്യാം? 1 അല്ലെങ്കിൽ 10 എണ്ണം കഴിഞ്ഞിട്ട് നമുക്ക് റിവൈസ് ചെയ്യാം അല്ലെ? ഓക്കെ, അടുത്തതാണ് മെയ് മാസത്തിൽ ഈ ചെറുനഗരം ഇരമ്പുകയും ചിരിച്ചാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയെറിയുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട്. ഈ നഗരം നൈനിറ്റാളിലാണ്. വിമല ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ വിമല ടീച്ചറും. ഏതാണ് നോവലിസ്റ്റ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? വിമല ടീച്ചർ പ്രശസ്തമായ കഥാപാത്രമാണ് മഞ്ഞ് MT വാസുദേവൻ നായർ. അവിടെ പരാമർശിക്കുന്ന സ്ഥലം നൈനിറ്റാളാണ് കേട്ടോ. അപ്പൊ മെയ് മാസത്തിൽ ഈ ചെറുനഗരം ഇരമ്പുകയും ചിരിച്ചാർക്കുകയും വർണ്ണങ്ങളും സുഗന്ധങ്ങളും വാരിയെറിയുകയും ചെയ്യുമ്പോൾ വിമല അവജ്ഞയോടെ നോക്കി നിൽക്കാറുണ്ട്. ഈ നഗരം നൈനിറ്റാലാണ്. വിമല ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ വിമല ടീച്ചറും. അപ്പൊ വിമല ടീച്ചർ കേന്ദ്ര കഥാപാത്രമായി നൈനിറ്റാളിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറങ്ങിയ നോവലാണ് ഏത്?
നമ്മുടെ മഞ്ഞ് MT വാസുദേവൻ നായർ എന്ന് ആലോചിച്ച് വെക്കുക. അപ്പൊ മഞ്ഞിലെ കഥാപാത്രം ആരാണ്? വിമല ടീച്ചറാണ്. പ്രതിപാദിക്കുന്ന സ്ഥലം നൈനിറ്റാളാണ്. മഞ്ഞ് എഴുതിയത് ആരാണ്? MT വാസുദേവൻ നായർ ആണ്. വീരശൈവ പ്രസ്ഥാനത്തിന്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകമാണ് തലേദണ്ഡ. വീരശൈവ പ്രസ്ഥാനത്തിലെ കവിയാണ് ആര്? ബസവണ്ണ. അദ്ദേഹത്തിന്റെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകമാണ് തലേദണ്ഡ. ഓക്കെ, അപ്പൊ തലേദണ്ഡ ബസവണ്ണയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ജീവിതത്തെ അവലംബിച്ച് ആരാണ്? ഗിരീഷ് കർണാട് എഴുതിയതാണ്. അദ്ദേഹം ബസവണ്ണ ആരാണ്? വീരശൈവ പ്രസ്ഥാനത്തിന്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയതാണ് തലേദണ്ഡ. അതുപോലെ തന്നെ മഞ്ഞ് ആരുടെയാണ്? MT വാസുദേവൻ നായരുടെയാണ്. അതിലെ കേന്ദ്ര കഥാപാത്രമാണ് വിമല ടീച്ചർ. നൈനിറ്റാളിനെ ബേസ് ചെയ്തിട്ടാണ് ആ നോവല് പോകുന്നത്. ഓക്കെ, അടുത്തതാണ് മധുബാനി എന്ന സ്ഥലം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ബീഹാറിലാണ്. മധുബാനി പെയിന്റിങ്ങുമായി ബന്ധപ്പെട്ട് മധുബാനി എന്ന സ്ഥലം ഇന്ത്യൻ സംസ്ഥാനത്തിൽ എവിടെയാണ്? ബീഹാറിലാണ്. അടുത്തതാണ് ഡേവിഡ് വാലസ് തന്റെ ഭാര്യയോടൊപ്പം ചേർന്ന് 1922 ഒരു പ്രശസ്ത കുടുംബ മാസിക തുടങ്ങി. ലോകമഹായുദ്ധത്തിന്റെ മറുപടികളിൽ നിന്ന് മോചനം നേടവേ ഇദ്ദേഹം എന്ത് ചെയ്തു? അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ ശേഖരിച്ച് ഒരു മാസിക തുടങ്ങി. ഇന്ന് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള ഈ മാസികയാണ് റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ കളർ 3D ചിത്രമാണ് ബോന ഡെവിൾ. 1952 ഹോളിവുഡ് ചലച്ചിത്രമാണ്. ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പിലാണ് ഭാരതരത്നയെ പറ്റിയും പത്മശ്രീയെ പറ്റിയിട്ടും ഒക്കെ പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ 18ാം വകുപ്പിലാണ്. ഇനി ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് ആരുടെയാണ്? കെ ശാരദാമണിയുടെയാണ്. കെ ശാരദാമണിയുടെ എന്താണ് ജീവിതം വെളിപ്പെടുത്തിയ ഓർമ്മക്കുറിപ്പാണ് ഇൻ സെർച്ച് ഓഫ് ആൻസേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ പോൾ മുറേ ആരാണ്? ഒരു ഐറിഷ് നോവലിസ്റ്റ് ആണ്. 2023 ബുക്കർ പുരസ്കാരത്തിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ദ ബീസ്റ്റിംഗ് എന്ന നോവൽ ഇദ്ദേഹത്തിന്റെയാണ്. അതുപോലെ തന്നെ അതേ വർഷം 2023 തന്നെ ഈ നോവലിന് നോവൽ ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചു. ഐറിഷ് ബുക്ക് അവാർഡ് നേടി. രണ്ടാമത്തെ നോവലായ സ്കിപ്പി ഡൈസ് 2010 ബുക്കർ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. മെറ്റൽ ഹേർട്ട് എന്ന ഐറിഷ് ചിത്രത്തിന് തിരക്കഥ എഴുതിയതും ഇദ്ദേഹമാണ്. ഇനി പ്രണബ് മൈ ഫാദർ എന്ന പുസ്തകം രചിച്ചത് ശർമിഷ്ഠ മുഖർജിയാണ്. പ്രണബ് കുമാർ മുഖർജിയുടെ മകളാണ് ശർമിഷ്ഠ മുഖർജി. അവരൊരു നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകയും അതുപോലെ തന്നെ ഒരു കൊറിയോഗ്രാഫറും കഥക് ഡാൻസറും കൂടെയാണ്. ഓക്കെ, അടുത്ത ഫാക്റ്റ് ആണ് ലോക ലളിതകലാ ദിനമായി ആചരിക്കുന്നത് എന്ന്. ലോകത്തിലെയാണ് കേട്ടോ. ലോകത്തിലെ ലളിതകലാ ദിനമായി ആചരിക്കുന്നത് എന്ന് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ഏപ്രിൽ 15 ലിയനാർഡോ ഡാവിഞ്ചിയുടെ. നമ്മൾ ഡാവിഞ്ചിയെ പറ്റി പറയില്ല, മൊണാലിസ, അതുപോലെ തന്നെ ലാസ്റ്റ് സപ്പർ, അതൊക്കെ എന്താണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങളാണ് അല്ലെ. അപ്പൊ ലോക ലളിതകലാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു വെച്ചാൽ ആരുടെ ജന്മദിനമാണ്? ഡാവിഞ്ചിയുടെ ജന്മദിനമായ ഏപ്രിൽ 15 ലോക ലളിതകലാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ലോക ലളിതകലാ ദിനം ഏപ്രിൽ 15. നമ്മുടെ വിഷു കഴിഞ്ഞിട്ട് വിഷു ചിലപ്പോൾ ഏപ്രിൽ 15 വരും, അല്ലെങ്കിൽ 14 വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഏപ്രിൽ 15 ലിയനാർഡോ ഡാവിഞ്ചിയുടെ എന്താണ് ലോക ലളിതകലാ ദിനമായിട്ട് ആചരിക്കുന്നു. ഞാൻ ലോകത്തിന്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിന്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണിത്. ആരാണ് ഈ സംവിധായകൻ എന്ന് ചോദിച്ചു വെച്ചാൽ ജെയിംസ് കാമറൂൺ ആണ്. നമ്മുടെ ടൈറ്റാനിക് സിനിമയുടെ അവാർഡ് ദാന ചടങ്ങിലാണ് ജെയിംസ് കാമറൂൺ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടൈറ്റാനിക് സിനിമയുടെ അവാർഡ് ദാന ചടങ്ങിലാണ് ഇങ്ങനെ അദ്ദേഹം പരാമർശിച്ചത്. ഞാൻ ലോകത്തിന്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിന്റെ സംവിധായകൻ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞ വാക്കുകളാണ്. ആരാണ് പറഞ്ഞത്? ജെയിംസ് കാമറൂൺ ആണ് പറഞ്ഞത്. ഓക്കെ, ലോക പ്രശസ്ത നോവലിസ്റ്റായ അഗത ക്രിസ്റ്റി എത്ര അപസർപ്പക നോവലുകൾ എഴുതിയിട്ടുണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ 66 എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ലോക പ്രശസ്ത നോവലിസ്റ്റ് ആണ് അഗത ക്രിസ്റ്റി. എത്ര അപസർപ്പക നോവലുകൾ എഴുതിയിട്ടുണ്ട്? 66 എന്ന് നോട്ട് ചെയ്ത് വെക്കുക. തോമസ് ഡിക്സൺ ജൂനിയറിന്റെ ദ ക്ലാൻസ്മാൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച നിശബ്ദ സിനിമയായ
ദ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് ഡബ്ല്യു ഗ്രിഫിത്ത്. ഓക്കെ, ഗ്രിഫിത്ത്. ഓക്കെ, തോമസ് ഡിക്സൺ ജൂനിയറിന്റെ ദ ക്ലാൻസ്മാൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ച നിശബ്ദ സിനിമയായ ദ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ഡബ്ല്യു ഗ്രിഫിത്ത് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഡബ്ല്യു ഗ്രിഫിത്ത്. അടുത്ത ഫാക്റ്റ് ആണ്, ഇന്ത്യയിൽ തബല വായിച്ച് പ്രസിദ്ധി നേടിയ വനിതയാണ് ഇവര്. ഇന്ത്യയിലെ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി 96 ഇവരാണ് സ്ഥാപിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇവര്. ആരാണ് ഈ പ്രശസ്ത വനിത എന്ന് ചോദിച്ചാൽ അനുരാധ പൽ ആണ് എന്ന് മനസ്സിലാക്കുക. അനുരാധ പൽ അവർ ഏതൊക്കെ രീതിയിലാണ് പ്രശസ്ത എന്ന് ചോദിച്ചാൽ തബലയില് പ്രശസ്തയായ വനിതയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്ത്രീകൾക്ക് മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡായ സ്ത്രീ ശക്തി. ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡ് ഏതാണ്? സ്ത്രീ ശക്തി. 96 സ്ഥാപിച്ചത് ഇവരാണ്. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് അനുരാധ പൽ. ഓക്കെ, അപ്പൊ ഇവര് ഫേമസ് വനിത ആരാണെന്ന് ചോദിച്ചാൽ അനുരാധ പൽ ആണ്. ഇന്ത്യയിൽ തബല വാദനത്തിൽ പ്രസിദ്ധി നേടിയ ആദ്യ വനിത. ഇന്ത്യൻ സ്ത്രീകൾ മാത്രം ഉൾപ്പെട്ട ആദ്യത്തെ ക്ലാസിക്കൽ മ്യൂസിക് ബാൻഡ് സ്ത്രീ ശക്തി 96 സ്ഥാപിച്ചത് ഇവരാണ്. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഈ പ്രശസ്ത വനിത എന്ന് ചോദിച്ചു വെച്ചാൽ അനുരാധ പൽ ആണ് എന്ന് ആലോചിച്ച് വെക്കുക. ഭംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഗായകനാണ് സുഖ്ബീർ സിംഗ്. അപ്പൊ ഭംഗ്ര രാജകുമാരൻ എന്നറിയപ്പെടുന്ന പഞ്ചാബ് ഗായകൻ ആരാണ്? സുഖ്ബീർ സിംഗ് ആണ്. അതുപോലെ തന്നെ അനുരാധ പൽ ആരാണെന്ന് ചോദിച്ചാൽ തബലയിൽ പ്രസിദ്ധി നേടിയതാണ്. സ്ത്രീ ശക്തി എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക്കൽ ബാൻഡ് സ്ത്രീകൾക്ക് മാത്രം 1996 അവർ സ്ഥാപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് അനുരാധ പൽ. ഓക്കെ, അടുത്തത് ഡബ്ല്യു ഗ്രിഫിത്ത് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ദ ബർത്ത് ഓഫ് നേഷൻ എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ്. അത് തോമസ് ഡിക്സൺ ജൂനിയറിന്റെ ദ ക്ലാൻസ്മാൻ എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ലോകപ്രശസ്ത നോവലിസ്റ്റായ അഗത ക്രിസ്റ്റി എന്ന അവരുടെ അപസർപ്പക നോവലുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. 66 എന്ന് എഴുതുക. ഞാൻ ലോകത്തിന്റെ രാജാവ് ഏറ്റവും കൂടുതൽ ഓസ്കാർ നേടിയ ചിത്രത്തിന്റെ സംവിധായകൻ എന്നൊക്കെ ഓസ്കാർ പുരസ്കാര വേദിയിൽ പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു വെച്ചാൽ ജെയിംസ് കാമറൂൺ ആണ്. ടൈറ്റാനിക് സിനിമയുടെ അവാർഡ് ദാന ചടങ്ങിലാണ് അങ്ങനെ പറഞ്ഞത്. ലോക ലളിതകലാ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണെന്ന് ചോദിച്ചാൽ ലിയനാർഡോ ഡാവിഞ്ചി. ഏപ്രിൽ 15. അദ്ദേഹത്തിന്റെ ഫേമസ് ചിത്രങ്ങളാണ് മൊണാലിസ, ലാസ്റ്റ് സപ്പർ, അവസാനത്തെ അത്താഴം. ഓക്കെ. വീരശൈവ പ്രസ്ഥാനത്തിന്റെ കവിയായ ബസവണ്ണയുടെ ജീവിതത്തെ അവലംബകമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകമാണ് തലേ ദണ്ഡ എന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് എന്ത് ചെയ്യുക, എഴുതി വെച്ചിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകും. അപ്പോൾ സോവിയറ്റ് യൂണിയനിൽ മാത്രമായി 20 ഭാഷയിലായി 120 പതിപ്പ്, ഏകദേശം 40 ലക്ഷം കോപ്പി. ഓക്കെ, ഒരു വ്യക്തിത്വത്തിനെ പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ ആരെയാണ് പറയുന്നത് എന്നുള്ളതിനുള്ള ക്ലൂ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോവിയറ്റ് യൂണിയനിൽ മാത്രമായി 20 ഭാഷയിലായി 120 പതിപ്പ്, ഏകദേശം 40 ലക്ഷം കോപ്പി. 100 കണക്കിന് നാടകങ്ങളും ഓപ്പറകളും ഈ കൃതിയെ മുൻനിർത്തി ജന്മം കൊണ്ടു. കേരളത്തിൽ NN പിള്ളയുടെ ഗറില്ല എന്ന നാടകം ഈ കൃതിയെ ആധാരമാക്കിയുള്ളതാണ്. മാതൃഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി അങ്ങേയറ്റം ധീരതയോടെ പൊരുതാനും ജീവിതം ബലിയർപ്പിക്കാനും ഇത്രയധികം ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച വിശിഷ്ടമായ മറ്റൊരു നോവൽ ഉണ്ടാവില്ല. ഏതാണ് ഈ നോവൽ? ആരാണ് ഇത് രചിച്ചത് എന്നുള്ളതാണ്. അത്രയും ക്ലൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതാണ്? കാട്ടുകടന്നൽ, ദ ഗാഡ് ഫ്ലൈ. ഓക്കെ, ദ ഗാഡ് ഫ്ലൈ. ഏതിൽ ലിലിയൻ വോയ്നിച്ച്. ആരാണ്? ഏതിൽ ലിലിയൻ വോയ്നിച്ച്. അപ്പൊ കാട്ടുകടന്നൽ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഏതിൽ
ലിലിയൻ വോയ്നിച്ച്. എയ്ത്തിൽ ലിലിയൻ വോയ്നിച്ച്. ഓക്കെ, എയ്ത്തിൽ ലിലിയൻ വോയ്നിച്ച്. കാട്ടുകടന്നൽ, ദ ഗാഡ് ഫ്ലൈ. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് ചോദിച്ചു വെച്ചാൽ സോവിയറ്റ് യൂണിയനിൽ മാത്രമായി 20 ഭാഷയിലായിട്ട് 120 പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 40 ലക്ഷം കോപ്പികളാണ് വിറ്റഴിക്കപ്പെട്ടത്. അതുപോലെ തന്നെ 100 കണക്കിന് നാടകങ്ങളും നമ്മുടെ ഓപ്പറ തിയേറ്ററുകളിലെ അതും ഈ കൃതിയെ മുൻനിർത്തി ജന്മം കൊണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ NN പിള്ളയുടെ ഗറില്ല എന്ന നാടകം ഈ കൃതിയെ ആധാരമാക്കിയുള്ളതാണ്. മാതൃഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി അങ്ങേയറ്റം ധീരതയോടെ പൊരുതാനും ജീവിതം ബലിയർപ്പിക്കാനും ഇത്രയധികം ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച വിശിഷ്ടമായ മറ്റൊരു നോവൽ ഇല്ലെന്ന് തന്നെ പറയാം. ഏതാണ് നോവൽ എന്ന് ചോദിച്ചു വെച്ചാൽ കാട്ടുകടന്നൽ, ദ ഗാഡ് ഫ്ലൈ. ആരാണ് ഇതിന്റെ രചയിതാവ് എന്ന് ചോദിച്ചു വെച്ചാൽ ഏതിൽ ലിലിയൻ വോയ്നിച്ച് ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട് അതിനെ പറ്റി എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. വളരെ നല്ല ഒരു എന്താ പറയാ നോവലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. അടുത്ത ഫാക്റ്റ് ആണ് ഹരിനാക്ഷി ജന മൗലിമണി നീ അരികിൽ വരിക മാലിനി. ഓക്കെ, എന്താണ് ഹരിനാക്ഷി ജന മൗലിമണി നീ അരികിൽ വരിക മാലിനി. സംഭോഗ ശൃംഗാര പ്രധാനമായ ഒരു കഥകളി രംഗത്തിലാണ് ഈ പദപ്രയോഗം കടന്നു വരുന്നത്. ഏതാണ് കഥ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കീചകവധം. കീചകവധത്തിലാണ് ഇങ്ങനെ ഒരു വരി നമുക്ക് കാണാൻ കഴിയുക. എന്താണ്? സംഭോഗ ശൃംഗാര പ്രധാനമായ ഒരു കഥകളി രംഗമാണിത്. ഹരിണാക്ഷി ജന മൗലിമണി നീ അരികിൽ വരിക മാലിനി എന്നുള്ളത് നമുക്ക് എവിടെ കാണാൻ കഴിയും? ഈ പദപ്രയോഗം ചോദിച്ചു വെച്ചാൽ കീചകവധത്തിലാണ് കാണാൻ കഴിയുക. അടുത്ത ഫാക്റ്റ് ആണ് കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവ് എന്നാണ് ഈ വസ്ത്രകലാശാഖയുടെ പേരിന്റെ അർത്ഥം. അപ്പൊ കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവ് എന്നാണ് ഈ വസ്ത്രകലാശാഖയുടെ പേരിന്റെ അർത്ഥം. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്ര കലാശാഖയാണിത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെട്ടിരുന്ന ആന്റിലോപ്പ് അതായത് ചീരു എന്ന വന്യമൃഗത്തിന്റെ രോമത്തിൽ നിന്നാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഈ വസ്ത്രകലാശാഖ ഏതാണ് എന്ന് ചോദിച്ചു വെച്ചാൽ ഷഹട്ടുഷ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഷഹട്ടുഷ് വസ്ത്രകല നിർമ്മാണ ശാഖയാണ്. ഇപ്പൊ നിലവിൽ എന്താണ്? ഇത് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ഷഹട്ടൂഷ് നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഇത് എന്ന് ചോദിച്ചു വെച്ചാൽ കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവ് എന്നാണ് ഈ വസ്ത്രകലാശാഖയുടെ പേര്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രകലാശാഖയാണിത്. അതുപോലെ തന്നെ ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കാണപ്പെട്ട ആന്റിലോപ്പ് എന്ന വന്യമൃഗത്തിന്റെ അതായത് ചീരു എന്ന വന്യമൃഗത്തിന്റെ രോമത്തിൽ നിന്നാണ് ഈ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വസ്ത്രകലാ ശാഖ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഷഹട്ടൂഷ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഷഹട്ടൂഷ്. ഓക്കെ, ആന്റിലോപ്പിന്റെ രോമത്തിൽ നിന്നാണ് ആ വസ്ത്രങ്ങൾ എന്ത് ചെയ്യുന്നത്? നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവാം എന്ത് ചെയ്തതും അത് നിരോധിക്കപ്പെട്ടത്. ഓക്കെ, ആരുടെ ആത്മകഥയാണ് കിളിക്കാലം? നമുക്ക് റീസെന്റ് ആയിട്ട് പി വത്സല മരിച്ചു അല്ലെ. അപ്പൊ അവരുടെ എന്തെങ്കിലും നമുക്ക് ചോദ്യമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ആരുടെ ആത്മകഥയാണ് കിളിക്കാലം? കിളിക്കാലം പി വത്സല. കിളിക്കാലം പി വത്സലയുടെയാണ് എന്ന് ആലോചിച്ച് വെക്കുക. ആരുടെ ആത്മകഥ? അവരുടെ ആത്മകഥയാണ് കേട്ടോ. അപ്പൊ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം എന്ന് ആലോചിച്ച് വെക്കുക. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കവിതയാണ് കുരുക്ഷേത്രം. ആരാണ് കവി? അയ്യപ്പ പണിക്കരാണ്. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കവിതയാണ് കുരുക്ഷേത്രം. അപ്പൊ മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ചത് ഏത് കവിതയാണെന്ന് ചോദിച്ചു വെച്ചാൽ കുരുക്ഷേത്രമാണ്. അയ്യപ്പ പണിക്കരാണ് കുരുക്ഷേത്രം എന്ന കവിത എഴുതിയത്. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കവിതയാണ് കുരുക്ഷേത്രം. ആരാണ്? അയ്യപ്പ പണിക്കരുടെയാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. 17-ാം വയസ്സിൽ ഭാരതാന്തം ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തി ഛായാമുഖി, മകരധ്വജൻ ഉൾപ്പെടെ 30ഓളം നാടകങ്ങൾ എഴുതുകയും 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്തു. കർണാടക സർക്കാരിന് വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്തു.
ആരാണ് അടുത്ത കാലത്ത് അന്തരിച്ച ഈ പ്രശസ്ത നാടകകൃത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്രശാന്ത് നാരായണനാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ 17-ാം വയസ്സിൽ ഭാരതാന്തം ആട്ടക്കഥ ചിട്ടപ്പെടുത്തി. അതുപോലെ തന്നെ ഛായാമുഖി, മകരധ്വജൻ ഉൾപ്പെടെ 30ഓളം നാടകങ്ങൾ എഴുതുകയും 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. കർണാടക സർക്കാരിന് വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്തു. ആരാണ് ഈ അടുത്ത കാലത്ത് മരിച്ച ആ നാടകകൃത്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? പ്രശാന്ത് നാരായണനാണ്. ഓക്കെ, പ്രശാന്ത് നാരായണനാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് മെൽക്കോദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത് മാർക്കേസിന്റെ ഏത് നോവലിലാണ്? ഏകാന്തതയുടെ 100 വർഷങ്ങളിലാണ് മെൽക്വേദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്നത്. ഏതിലാണ്? മാർക്കേസിന്റെ ഏത് നോവലിലാണെന്ന് ചോദിച്ചാൽ ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്താണ് 1803 മുതൽ 1857 വരെയുള്ള ഡൽഹി ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ട് സ്വപ്ന ലിഡിൽ എഴുതിയ പുസ്തകമാണ് ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ്. ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് ആരാണ് എഴുതിയത്? ഏകാന്തതയുടെ 1803 മുതൽ 57 വരെയുള്ള ഡൽഹി ചരിത്രത്തെ അനാവരണം ചെയ്തുകൊണ്ടുള്ള സ്വപ്ന ലിഡിൽ എഴുതിയ പുസ്തകമാണ് ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ്. കേരളത്തിലെ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ നാടോടി കലയിൽ ധാരികാവധമാണ് മുഖ്യ പ്രമേയമായിട്ടുള്ളത്. ഏതാണ് ഈ നാടൻ കല എന്ന് ചോദിച്ചു വെച്ചാൽ തോൽപ്പാവക്കൂത്താണ്. ഓക്കെ, അപ്പൊ എവിടെയൊക്കെ പ്രചാരത്തിലുള്ളത്? കേരളത്തിലെ പാലക്കാട്, തൃശൂർ, അതുപോലെ തന്നെ മലപ്പുറം ജില്ലകളിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു നാടോടി കലയാണിത്. ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ധാരികാവധമാണ്. ഇത് ഏതാണെന്ന് ചോദിച്ചത്? തോൽപ്പാവക്കൂത്ത്. ഓക്കെ, തോൽപ്പാവക്കൂത്താണ്. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. അതായത് കേരളത്തിലെ ജില്ലകളായ പാലക്കാട്, തൃശൂർ, മലപ്പുറം എന്നീ ജില്ലകളിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു നാടോടി കലയാണ്. ഇവിടുത്തെ പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ധാരികാവധമാണ്. അത് ഏത് കലയാണെന്ന് ചോദിച്ചു വെച്ചാൽ തോൽപ്പാവക്കൂത്താണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് ആരുടെയാണ്? സ്വപ്ന ലിഡിൽ എഴുതിയതാണ്. 1803 മുതൽ 57 വരെയുള്ള ഡൽഹിയിലെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ടുള്ള പുസ്തകമാണ് ദ ബ്രോക്കൺ സ്ക്രിപ്റ്റ് എന്നുള്ളത്. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്താണ്? മെൽക്വേദിയാസ് എന്ന ജിപ്സി പ്രത്യക്ഷപ്പെടുന്ന മാർക്കേസിന്റെ നോവലാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. ആരാണ് അടുത്ത കാലത്ത് അന്തരിച്ച ഈ പ്രശസ്ത നാടകകൃത്ത്? ഏത് പ്രശസ്ത നാടകകൃത്ത്? 17-ാം വയസ്സിൽ ഭാരതാന്തം ആട്ടക്കഥ എഴുതി ചിട്ടപ്പെടുത്തിയത് ഛായാമുഖി, മകരധ്വജൻ ഉൾപ്പെടെ 30ഓളം നാടകങ്ങൾ എഴുതുകയും 60ഓളം നാടകങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. കർണാടക സർക്കാരിന് വേണ്ടി ഭാസന്റെ സംസ്കൃത നാടകമായ സ്വപ്ന വാസവദത്തം സംവിധാനം ചെയ്തു. ആരാണ് ഈ പ്രശസ്ത നാടകകൃത്ത്? പ്രശസ്തനാണ് കേട്ടോ, പ്രശാന്ത് നാരായണനാണ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. മലയാളത്തിലെ ആധുനിക കവിതയ്ക്ക് തുടക്കം കുറിച്ച കൃതിയാണ് കുരുക്ഷേത്രം. ആരുടെയാണ്? അയ്യപ്പ പണിക്കരുടെയാണ്. ഇനി കിളിക്കാലം ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ പി വത്സലയുടെ ആത്മകഥയാണ് കിളിക്കാലം. നിലവിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള വസ്ത്ര കലാശാഖ ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഷഹട്ടുഷ് ആണ്. എന്താണ് ഷഹട്ടുഷിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു വെച്ചാൽ കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവാണ് ഈ വസ്ത്രകലാശാഖയുടെ പേരിന്റെ അർത്ഥം. ഓക്കെ, കമ്പിളി വസ്ത്രങ്ങളുടെ രാജാവ് എന്നാണ്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രകലാശാഖയാണിത്. ഹിമാലയത്തിലെ ഉയർന്ന പ്രദേശത്തുള്ള ആന്റിലോപ്പ് വന്യമൃഗങ്ങളുടെ രോമത്തിൽ നിന്നാണ് ഈ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ ഷഹട്ടുഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ വസ്ത്രകല നിർമ്മാണം എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി കീചകവധം എന്താണ്? ഹരിണാക്ഷി ജന മൗലിമണേ നീ അരികിൽ വരിക മാലിനി. അങ്ങനെ സംഭോഗ ശൃംഗാര പ്രധാനമായ ഒരു കഥകളി രംഗത്തിലാണ് ഈ പദപ്രയോഗം കടന്നു വരുന്നത്. എവിടെയാണ്? കീചകവധത്തിലാണ് എന്ന് ഓർത്ത് വെക്കുക. അടുത്താണ് സോവിയറ്റ് യൂണിയനിൽ മാത്രമായി 20 ഭാഷകളിലായി 120 പതിപ്പ്, ഏകദേശം 40 ലക്ഷം കോപ്പി, 100 കണക്കിന് നാടകങ്ങളും ഒപ്പറകളിലും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കൃതിയെ മുൻനിർത്തി ഒരുപാട് കൃതികൾ രൂപം കൊണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ NN പിള്ളയുടെ ഖറില്ല എന്ന നാടകം ഈ കൃതിയെ ആധാരമാക്കിയിട്ടാണ്. ഏതാണ് കൃതി എന്ന് ചോദിച്ചു വെച്ചാൽ
അതുപോലെ തന്നെ മാതൃഭൂമിക്കും ജനങ്ങൾക്കും വേണ്ടി അരങ്ങേറ്റം ധീരതയോടെ പൊരുതാനുള്ള ജീവിതം ബലി അർപ്പിക്കാനും ഇത്രയധികം ചെറുപ്പക്കാരെ പ്രേരിപ്പിച്ച വിശിഷ്ടമായ മറ്റൊരു നോവൽ ഉണ്ടാവില്ല. ഏതാണ് നോവൽ എന്ന് ചോദിച്ചാൽ കാട്ടുകടന്നലാണ്. എഥിൽ ലിലിയാൻ വോയ്നിച്ച് ആണ് ഇതിന്റെ എഴുത്തുകാരൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക. കുറച്ച് ടഫാണ്, പേരുകളൊക്കെ വരുമ്പോൾ അത് എന്ത് ചെയ്യുക, ഉൾക്കൊണ്ടിട്ട് ഇപ്പൊ എഥിൽ ലിലിയാൻ വോയ്നിച്ച് മുഴുവനായിട്ടൊന്നും പഠിക്കേണ്ട, നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ എങ്ങനെ ആ പേര് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.